ത്രിയേക ദൈവത്തിന് സ്തുതി. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ. അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയിങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, തൻ്റെ സഹോദരപുത്രനായ ലോത്തിൻ്റെയും അവൻ പാർത്തിരുന്ന സോദോമിലെയും സമ്പത്തും സകലതും കൊള്ളയടിച്ചും യുദ്ധം ചെയ്തും കൊണ്ടുപോയ 5 രാജാക്കന്മാർക്കെതിരെ അബ്രാം തൻ്റെ പടയാളികളുമൊത്ത് തൻ്റെ കുടുംബത്തിലെ യോദ്ധാക്കളുമൊത്ത് പുറപ്പെടുകയും സകലതും തിരികെ വാങ്ങി അവർക്ക് തിരികെ നൽകിയതിന് ശേഷം സോദോം രാജാവ് അബ്രഹാമിനോട് ഇതെല്ലാം നീ എടുത്തുകൊള്ളുവാൻ പറഞ്ഞപ്പോൾ അബ്രാം പറയുന്ന മറുപടിയാണിത്. തിരുപ്പിറവിയിലേക്കുള്ള യാത്രയിൽ നാം എടുക്കേണ്ട തീരുമാനവും ഇതുതന്നെയല്ലേ? എൻ്റേതല്ലാത്തതൊന്നും എനിക്ക് വേണ്ട, അന്യൻ്റേത് യാതൊന്നും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയുന്നിടത്തല്ലേ തിരുപ്പിറവിയിലേക്കുള്ള യാത്ര ധന്യമാകുന്നത്. അബ്രാം നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയല്ലേ പ്രിയമുള്ളവരെ? ഇന്ന് വെട്ടിപ്പിടിക്കാനും കൂട്ടിച്ചേർക്കാനും ആഗ്രഹിക്കുമ്പോൾ ഇതൊരു പാഠമാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.